ഗായ്സ് സോജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന വയനാടൻ ട്രാവൽസിലേക്കാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗായ്സ് ഇന്ന് നമുക്ക് ഓട്ടം കെട്ടിയേക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയില്ല. അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആളെ ഇതുവരെ എടുത്തിട്ടില്ല, നമ്മൾ എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ആൻഡ് ഷെയർ. ബസ് സിമുലേറ്റർ കളിക്കുന്നവരാണെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ സാധാരണ പാട്ടിട്ടോണ്ടാണ് കളിക്കുന്നത്. അപ്പം നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പാട്ടിട്ടില്ല. പാട്ടിടുന്നതിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്താണ്. ഗൈസ് ബസ് സിമുലേറ്റർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പം ആൾക്കാർ ഉണ്ട്. പിന്നെ പുതിയൊരു കുഞ്ഞ് പിക്കപ്പ് പോലത്തെ ഒരു ലോറി വന്നിട്ടുണ്ട്. ഒടുക്കത്തെ ശല്യം. കുറച്ച് മുന്നേ ആ വണ്ടി പുതുക്കി പണിഞ്ഞെടുത്തത്. ഈ കാണുന്ന വണ്ടിയാണ്. ഇപ്പം ഞാൻ ഓവർടേക്ക് ചെയ്തത്. അപ്പോൾ സൈഡിടിച്ച് ഗായ്സ് ഹാങ് ആവുന്നുണ്ട് ചെറുതായിട്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. മഴ പെയ്യുന്നുണ്ട്. മാർക്ക് ഈ വളയ്ക്കാനാണെങ്കിൽ അങ്ങോട്ട് കയറ്റിയാൽ പോയി. ആ വഴി കൊണ്ടുപോവാ. എൻ്റെ മുന്നിൽ പോയി ശല്യം. അപ്പം ഗായ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ എനിക്ക് രണ്ട് അവന്മാരാണെങ്കിൽ ഞാൻ ഇപ്പം മൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്മാർ ഒച്ച ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ മാറി ഇരുന്ന് ചെയ്യുന്നത്. ഇതുമല്ല ബസ് സിമുലേറ്ററിൻ്റെ കൂടെ ആരൊക്കെയാണ് കളിക്കുന്നതെന്ന് പറയുക. എൻ്റെ കൂടെ റേസിങ്ങിന് വരുന്നവർക്ക് സമ്മാനം വല്ലതും തരാം. കാശ് പ്രൈസ് തരാം. നിങ്ങളെങ്ങനെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് കണ്ടുപിടിച്ചു മാത്രം ചെയ്തു. പിന്നെ ഒരു 100K ലൈക്ക് തരുവാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ടാസ്ക് ചെയ്യുന്നതായിരിക്കും. അതും നമ്മുടെ ബസ് സിമുലേറ്ററിനകത്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന വണ്ടിയായിട്ട് എൻ്റെ കമ്പനി. എത്രയാണെന്ന് അറിയത്തില്ല. അനിയന്മാരെ അപ്പുറത്തിരുന്ന് പിന്നെ ബസ് സിമുലേറ്റർ കളിക്കുന്നുണ്ട്. അമ്മമാരോട് പിന്നെ പറഞ്ഞില്ല. ഇതാണ് പ്രശ്നം. സൈഡ് നോക്കി വരുമ്പോൾ എവിടെന്നെങ്കിലും വണ്ടി കയറും. പണ്ട് എന്താണോ വെച്ച് ഇപ്പോഴൊക്കെയാണോ വരുന്നത്. വെള്ളമൊന്നും കയറത്തില്ലെന്നും ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് ഫുൾ ഓണായിട്ട്
എത്താറായി. നമ്മൾ ഹാളൊക്കെ എടുത്തു. ഇപ്പൊ പൊക്കോണ്ടിരിക്കുക. അതുണ്ടോ ആ പോയാൽ ഇതിനെ പോലെ ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടി കേട്ടിട്ടൊക്കെ ഈ ഗെയിമിനകത്തുള്ള ആൾക്കാരുടെ വണ്ടിയൊക്കെ പോകുമ്പോൾ ഒരു വണ്ടി പോലും അതിൻ്റെ പുറകെ വരുമ്പോൾ ഇടയ്ക്കൊന്ന് വരും. ഇതാണ് പ്രശ്നം. ഈ പയ്യെ പങ്കെത്തി ഇതെന്നെ എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പോലെ ഡ്രൈവിങ് ഇപ്പം അങ്ങോട്ട് ഈ കുറേ നാളായി ഇത് കളിച്ചിട്ട് തന്നെ. അപ്പോൾ നമ്മൾ കളിക്കുമ്പോഴുള്ള മാപ്പൊന്ന് നോക്കട്ടെ. അടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പോയാൽ തുള്ളിപ്പോയാൽ മതി. കുറേ അതൊരു അമ്മച്ചി വന്ന് അമ്മച്ചി എന്ത് ഇത് അമ്മച്ചി ബസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നു വരും. എന്തോന്നടി ഇങ്ങനെയൊക്കെ ഇവര് ബസ് ഇങ്ങനെയായിട്ടൊരു അപ്ഡേഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെയാണ് ചെയ്തത് ആൾക്കാരും. പിന്നെ ഗായ്സ് നമ്മളെ ബസ് സിമുലേറ്ററിൻ്റെ ഓണറായ പേരറിയത്തില്ലെങ്കിൽ ആ പുള്ളിക്കാരൻ നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടും മലയാളിക്ക് വേണ്ടിയിട്ടും അതിനായിട്ട് കേരളം റൂട്ടൊക്കെ ഉണ്ട്. പിന്നെ ബസ് സിമുലേറ്റർ ഇന്ത്യൻ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് എന്ന് വെച്ചാൽ അത് ഏതോ ഒരു ലോകത്തെ നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. അതിനി മാറ്റിയൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ ബ്രേക്കിൻ്റെ സമയം വരത്തില്ലേ, ബ്രേക്കിംഗ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കറങ്ങി കാണിക്കത്തില്ലേ നെറ്റിൻ്റെ, അതിൻ്റെ ഫോട്ടോ മാറ്റി. പിന്നെ പുതിയ വണ്ടി ഇറക്കി. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ലോറി ഇറക്കി. ബ്രേക്കിംഗ് സംഭവമായിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ബസ് സിമുലേറ്ററിൻ്റെ ഫോട്ടോ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. മറ്റേ ബസ് വരുമ്പോൾ തോഴി ഓടിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ എത്ര തവണ എന്നെ വണ്ടി പിന്നെ നമ്മുടെ വയനാട് ട്രാവൽസ് എന്നെ ഏതെങ്കിലും ഒരു വണ്ടിക്കിട്ട് ഒരു വട്ടം പോയിരിക്കുവാണെങ്കിൽ എനിക്കിട്ട് തന്നെ ഞാൻ ഒരു ഇടിക്കും. ഇങ്ങനെ രണ്ടാമത് ഇടിക്കുവാണെങ്കിൽ ഒരു ഇടിയും കൂടെ ഞാൻ വീണ്ടും ഇടിക്കും. അങ്ങനത്തെ ചാലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എത്തി സ്ഥലത്തിലേക്ക് വെച്ചാൽ മതി. നിങ്ങൾ ബസ് സിമുലേറ്റർ കളിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ ഗൈസ് പോവാം.
വരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാനാണെങ്കിലും ഒരു ഇടിച്ചേക്കാം. സൗണ്ട് കേട്ടോ നിങ്ങൾ, ഒന്നും കൂടെ അടിക്കാം കേട്ടല്ലോ. ആരെങ്കിലും ഒരു കമന്റ് എങ്കിലും ഒരു സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യണം. എങ്ങനെങ്കിലും ഒരു പ്ലേ ബട്ടൺ കിട്ടിയാൽ മതിയെന്നുണ്ട്. സിൽവർ പ്ലേ ബട്ടൺ ആണെങ്കിലും മതി, കുഴപ്പമില്ല. സ്മാർട്ട് നിങ്ങൾ അത്ര നേരം വണ്ടി കൊണ്ട് എന്നാലും മാർക്ക് വേണം. ഇപ്പൊ നമ്മൾ അടുത്തത് മറ്റേ എൻ്റെ ആകാൻ പോകുന്നത് ബ്രേക്കിങ്ങിൻ്റെ ആണ്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കാലത്തേക്ക് പോകും. സ്റ്റോപ്പ്. കണ്ടോ, ഒരിക്കലും നമ്മുടെ ബസ് സിമുലേറ്ററിനകത്ത് ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ആകുമ്പോൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഉള്ളിൽ ലൈറ്റ്, ഉള്ളിലോട്ടും ഡ്രൈവറിന് കയറാൻ പറ്റുന്ന അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്നെ കിണ്ണനായിരിക്കും. പിന്നെ ഈ സാധാരണ പോലത്തെ വണ്ടി അല്ലാതെ പിന്നെ ഈ ടൂറിസ്റ്റൊക്കെ വരുന്നത് അങ്ങനത്തെ വല്ല ഗെയിം കിണ്ണനുണ്ടെങ്കിൽ PC അല്ല, മൊബൈൽ അങ്ങനത്തെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു PC ലെവൽ വണ്ടി ഇടിച്ചല്ലേ റെഡി കേട്ടല്ലോ. കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ ഓട്ടം വന്നു, പക്ഷേ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ആംബുലൻസിൻ്റെ മണ്ണിൽ കയറി തോട്ടി പോയി പടന്നു പോയി. അതല്ല ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വയനാടൊന്നുമായിട്ട് തന്നെ ഞാൻ ഒരു വളവ് തിരിഞ്ഞാണ്. അപ്പോഴത്തേക്കും പിന്നെ സൈഡിൽ കൂടെ വളവ് തിരിഞ്ഞപ്പോൾ നേരെ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് നേരെ അതിൻ്റെ വണ്ടി കൂടെ ഇറങ്ങി മറിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ബൈക്ക് ചെയ്യാം. ഗായ്സ്, അനിയനൊരു എന്നെ ഒരു ചോദ്യം ചോദിച്ചോണ്ട് വന്നു ബസ്സിൻ്റെ മറ്റേ നമ്മുടെ ബസ്സിൻ്റെ ഒക്കെ പുറകിൽ 4 വീല് വയ്ക്കത്തില്ല, ആ നല്ലതാണ്. എനിക്ക് പറഞ്ഞിട്ട് കൊള്ളത്തില്ലാത്ത നിങ്ങൾ പറഞ്ഞു കമൻറ്റ് ചെയ്യും. അപ്പം അത് ചെയ്യാൻ അവൻ്റെ കയ്യിൽ ആപ്പാട് 1000 രൂപ ഉള്ളൂ, 30,000 രൂപ. ഞാൻ ഇങ്ങനെ 1000 രൂപയ്ക്ക് സെറ്റപ്പ് നിങ്ങൾ തന്നെ നമ്മൾ ഏകദേശം എത്തി ഐസ്. അപ്പം
ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ടാറ്റാ, ബൈ ബൈ.